രശ്മി ഹെൽത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നിപ്പം 28 നവംബർ ആണ് കേട്ടോ. രാവിലെ അപ്പം 7 മണി കഴിഞ്ഞിട്ടുണ്ട്, 7:10 ആയിട്ടുണ്ട്. പക്ഷെ പുറത്ത് നല്ല ഇരുട്ടായിരിക്കും, തീരെ നേരം വെളുത്തിട്ടുണ്ടാവില്ല. അപ്പം എന്തായാലും നമുക്ക് എണീറ്റിട്ട് നോക്കാം. ഞാൻ ആക്ച്വലി ഒരു അരമണിക്കൂർ മുന്നേ എണീറ്റിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ അങ്ങനെ കിടന്നതാണെന്ന്, എനിക്ക് അങ്ങനെ ഒരുപാട് പണികളൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ദിവസമാണ്. പക്ഷെ എനിക്കിന്ന് യൂണിവേഴ്സിറ്റി പോകാനുണ്ട്, പ്രോഫിനെ മീറ്റ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ് ഉള്ളത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. യെസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ലൈറ്റ് ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ പുറത്ത് എങ്ങനെയാണ് കാണിച്ചിടാവേ. കണ്ടോ, ഇത്രയും ഇരുട്ടാണ്. 7:20 ആയിട്ടുണ്ട് കേട്ടോ ടൈം. രാവിലത്തെ ബേസിക് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ തന്നെ ഇന്ന് എനിക്ക് പ്രോഫിനെ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും ഇന്നത്തെ ഒരു ടു ഡു എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കറക്റ്റ് 7:30 ആണ് കേട്ടോ ടൈം. ഒരു 10 മിനിറ്റ്സിൽ അതിൻ്റെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി അത് ചെയ്യട്ടെ. സേ ഹായ്. യൂട്യൂബിൽ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ്. സമയം അങ്ങനെ അതെ ഒരു 8:45 ആവുന്നു കേട്ടോ. 8:35 പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയുണ്ട്. ഭയങ്കര മഴയല്ല, പക്ഷെ എന്നാലും മഴ പെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിക്ക് പോകുമെന്ന് വിചാരിച്ചതായിരുന്നു ഇന്നലെ കിടക്കുമ്പോൾ. ബട്ട് മഴ കണ്ടപ്പോൾ ഒരു മടി. പിന്നെ എനിക്ക് ക്ലാസ് ഇല്ല, ഞാൻ വെറുതെ യൂണിവേഴ്സിറ്റി പോയിരിക്കും. എന്തായാലും ഇവിടുന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി പോയിട്ട് ചെയ്യാം. പിന്നെ എൻ്റെ എന്തായാലും ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. എന്തായാലും എനിക്ക് 3 മണിക്ക് പ്രോഫിനെ മീറ്റ് ചെയ്യാൻ പോകണം. അപ്പം രാവിലെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ചീഞ്ഞ മഴ കാണുമ്പോൾ ഒരു മനസ്സിന് ഒരു താല്പര്യക്കുറവ്. കാണിച്ചുതരാം. കണ്ടോ, ഇങ്ങനെയാണ് മഴ പെയ്തിട്ടുള്ള അവസ്ഥ. ഇപ്പോഴും വെളിച്ചം അങ്ങോട്ട് വന്നിട്ടില്ല, ബട്ട് ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായി കേട്ടോ. ഇതാണ് ഞാനിത് കഴിക്കുന്നത്. ടർക്കിഷ് ബ്രെഡാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചീസും പിന്നെ കുറച്ച് സിറപ്പും അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു ജാമും, ഫിഗിൻ്റെ ജാമും. ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ. ഇതാണ് ഒരെണ്ണം. ഇത് ഒരു തഹീന സിറപ്പാണ്. അതേപോലെ ദിസ് ഇസ് ഫിഗ് ജാം, പിന്നെ ഈ ഒരു ഡേറ്റ് സിറപ്പ്, ആൻഡ് ഫൈനലി ദിസ് ചീസ്. ഓക്കെ, സോ ഇതാണ് ഇന്നലത്തെ എൻ്റെ ലെഫ്റ്റ് ഓവർ ലഞ്ച് കേട്ടോ ഇന്നത്തേക്കുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. 10:30 ആയിട്ടോ. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് അമ്മേനെ വിളിച്ചിരുന്നു. അതാണ് കുറച്ച് ലേറ്റായിട്ട്. ഞാൻ എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. ജനുവരി 9 ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസൊക്കെ കണ്ടുപിടിക്കാനും കുറച്ച് മെറ്റീരിയൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അതൊക്കെ ചെയ്യട്ടെ. സോ ഒരു കുഞ്ഞ് അപ്ഡേറ്റ്. ഇപ്പം ടൈം ഇസ് 12:19. 1 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വ്ളോഗ്മസിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിരുന്നു. എനിക്ക് എൻ്റെ സംശയം, ഇത്രയും വീഡിയോ ഞാൻ എങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ നോക്കുമ്പോൾ മോസ്റ്റ്ലി എനിക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. ഈ ഡിസംബർ ഞാൻ ആസച്ച് ഫ്രീ ആണ്. എനിക്ക് ക്ലാസ്സിൽ എനിക്ക് അങ്ങനെ എവിടെയും പോകാനില്ല. ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. കുറച്ച് ചോറേ ഉള്ളൂ, പിന്നെ കുറേ ബീട്രൂട്ട് പേരി, ചെമ്മീൻ കറി ആൻഡ് ബീഫ് അച്ചാർ, പിന്നെ കുറച്ച് തൈര്. ഇത് യോഗട്ടാണ് ഇവിടെ കിട്ടുന്നത്, അതും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയി കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് അമ്മനെയൊക്കെ ഒന്ന് വിളിക്കുകയായിരുന്നു. ബേസിക്കായിട്ട് സ്കിൻ കെയർ ഞാൻ ജസ്റ്റ് ഫേസിൽ എൻ്റെ മോയ്സ്ചറൈസർ, എന്നും ഇടുന്ന മോയ്സ്ചറൈസർ ഇട്ടു. ബട്ട് ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് നമുക്ക് ചുണ്ടിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലനേജൻ ഇടാം. ചുണ്ട് അടിയിലൊക്കെ ആയിട്ട് ഭയങ്കര ഡ്രൈ ആവണം. ആൻഡ് ഞാൻ കണ്ണൊന്നും എഴുതണില്ല, മസ്കാര മാത്രം ഇട്ടേക്കാമെന്ന് വിചാരിക്കുകയാണ്. സോ ലോറിയലിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മസ്കാരയാണ്. മസ്കാര എടുത്തിട്ട് ഈ വോണ്ട് ഇങ്ങനെ ആക്കിയാൽ എക്സസ് ആയിട്ടുള്ളത് വരില്ല. എന്നിട്ട് ഒരു 2-3 കോട്ടല്ല, ഐ മീൻ ഒരു കോട്ട് ഇങ്ങനെ
പുറത്ത് ടെമ്പറേച്ചർ 6 ആണ് കാണിക്കണത്. മഴയില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നണു. എനിക്ക് പറ്റുകയാണെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രോസറിയിലും കൂടെ പോകണം. പിന്നെ പോണ വഴിക്ക് എനിക്കൊരു സാധനം റിട്ടേൺ ചെയ്യാനുണ്ട്. ഇനി അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പുലിവാൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നോട്ട് ഷുവർ. ഓക്കെ, സോ കണ്ണ് എഴുതി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിബാം ഉള്ളതുകൊണ്ട് തന്നെ അത്ര കട്ടിയിൽ വരില്ല കേട്ടോ. സ്വിസ് ബ്യൂട്ടിൻ്റെ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്യുന്നത് ഫേസ് കാനഡേൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ആക്ച്വലി നല്ലൊരു ഷെയ്ഡാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഷെയ്ഡില്ല. എന്തായാലും ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കാം. സോ യെസ്, അതാണ്. ഇനി വേഗം തന്നെ കോട്ടൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ. കോട്ടൊക്കെ ഇട്ടു പോട്ടെ. കുറച്ചധികം ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ പുറത്തിറങ്ങണത്. ഞാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ആകെ ആൻസിൻ്റെ റൂമിലേക്കാണ് പോയത്. അല്ലാണ്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് കുറേ ദിവസമായി, ഓൾമോസ്റ്റ് 10 ദിവസമായി. 10 ദിവസത്തിൻ്റെ മേലെയായി. തണുപ്പുണ്ട്, ചെറിയ തണുപ്പുള്ളൂ, വലിയ കുഴപ്പമില്ല. മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നു, മഞ്ഞും ഇല്ല, ഇലയില്ല, ഒന്നുമില്ല. നോക്കാം നമുക്ക്. സോ ഞാൻ അവിടെയാണ് ഇറങ്ങിയത്. ഇവിടെയൊക്കെ ക്രിസ്മസ് ട്രീ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റഡി സെൻറ്റർ. അപ്പോൾ എനിക്ക് ഇന്ന് പോകേണ്ടത് ലെഫ്റ്റിലുള്ള ആ ബിൽഡിങ്ങിലേക്കാണ്, വി ഹുസൈറ്റ്. ശരിക്കുള്ള എൻ്റെ ബിൽഡിംഗ് അപ്പുറത്തേക്കാണ്, എം ഹുസൈറ്റ്. ഇന്നിപ്പോൾ വേറൊരു ആവശ്യത്തിന് പോകണോടാണ് പോണത്. ഇവിടെയൊക്കെ പണി നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ നാളെ പോണതിൻ്റെയൊക്കെ മുന്നേ ഇപ്പോൾ ദേ ഫുൾ ഇവിടെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ ഡൽഹിയിലുള്ള ഗ്രീൻ റൂം. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പം വെച്ചിട്ട് വരികയാണ്. നമ്മളെ കീ വെച്ചിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ആൻസി നമുക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരും. അതൊന്നും കാണിക്കണ്ട. ഓക്കെ, ആ കണ്ടോ, നമുക്ക് ഇതിനുള്ളിൽ കയറിയാൽ നമുക്കിങ്ങനെ നമ്മൾ ആക്രിക്കടയിൽ കയറിയ പോലെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. നമുക്ക് വേണ്ട ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് എടുക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കണ്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. യെസ്, ഇതിറ്റാലൊരെണ്ണമാണ് ഞാൻ എൻ്റെ റൂമിൽ ഇട്ടിട്ടുള്ളത്, ടേബിളിന് അടിയിലായിട്ട്. പിന്നെ ഇത് ഇവിടെ ഇപ്പം ഒരു ബെഡ് ഉണ്ട്, ഐ മീൻ ഒരു സോഫ കം ബെഡ് ഉണ്ട്. പിന്നെ ഒരുപാട് ചില്ലറ സാധനങ്ങളുണ്ട്. ആൻഡ് ഇത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ഡ്രോയർ. ഇതിൻ്റെ ഡ്രോയേഴ്സ് നമ്മൾ എടുത്തു. ഇനി ഈ ഒരു എന്താ പറയുക ഫ്രെയിം, യെസ്, നമ്മൾ കൊണ്ടുപോയി വെക്കണം അല്ലേ ആൻസി? യെസ്. അടുത്ത സെറ്റ് ഓഫ് സാധനങ്ങളായിട്ട് നമ്മളിത് ഗ്രീൻ റൂമിന് പോകുന്ന ഒരു ഷെൽഫ് കിട്ടി ഞങ്ങൾക്ക്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടിട്ടു. അത് അഡ്വാൻസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗ്രോസറി വാങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തിനാണ് രാത്രി പോണേന്ന്. ഇപ്പോൾ സമയം 4:45 വൈകുന്നേരം 4:45. പക്ഷെ ഇവിടെ ഇരുട്ടായി. അപ്പം നമുക്ക് പോയിട്ട് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാം. എന്നും പോണ പോലെ വില്ലീസിക്ക് തന്നെയാണ് പോണത്. നമ്മളെ വിനീസ്, ഞാൻ ഒറ്റയ്ക്ക് പോരായിരുന്നു പ്ലാൻ. പിന്നെ ഞാൻ ഇവളോട് ചോദിച്ചു, ഇവളും വരാം. ഇവളും പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവാണ്. യെസ്, 2 സ്റ്റോപ്പുകളെങ്കിലും നമ്മൾ ബസ് പിടിച്ചാണ് വില്ലേജിലേക്ക് പോയത്. വില്ലേജിലെത്തി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ ഉള്ളിക്ക് 9 ക്രോൺസ് ആണ് കാണിച്ചത്. അതുകൊണ്ട് നമ്മൾ 1 കിലോ ഉള്ളി എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് പൊട്ടാറ്റോ എടുത്തു, 2 ഓറഞ്ച് എടുത്തു. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരുപാട് കുക്കീസ് വന്നിട്ടുണ്ട്. കണ്ടാ, ഒരുപാട് കുക്കീസ്. ആൻഡ് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.